ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ചേർന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, പൾസർ സുനി അറസ്റ്റിലായിരിക്കുന്നു. ഈ സംഭവം നടന്ന് 6ാം ദിവസം പോലീസ് വലയിലായിരിക്കുന്നു. എത്രമാത്രം പ്രതീക്ഷയുണ്ട് കാര്യങ്ങൾ നേരായ ദിശയിൽ തന്നെ പോകുമെന്ന്? സത്യത്തിൽ നമുക്കെല്ലാം ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയോ തന്നെ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ഇവരെ കണ്ടെത്താൻ സാധിക്കാതെ പോയത്? ഇപ്പോഴും എല്ലായിടത്തും റോഡിലെല്ലാം ക്യാമറ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഇവൻ വളരെ ഈസി ആയിട്ട് അവൻ കോടതി വരെ എത്തിയിരിക്കുന്നു. ഓക്കെ, അവരൊക്കെ നമ്മൾ ഇതുവരെ ഒരു രോഷത്തിൽ തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത രീതി സത്യത്തിൽ ഞങ്ങൾ സ്ത്രീകളെല്ലാവരും തന്നെ എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചു. ആ രീതിയിലുള്ള ഒരു ആക്രമത്തിൽ കൂടെ തന്നെയാണ് അവനെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവനെ കൊണ്ടുപോയി എന്തെല്ലാം ഇതുവരെ നമ്മൾ പോലീസുകാരെ ഇടിക്കരുതെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം എനിക്കറിയാം ആ പെൺകുട്ടി അനുഭവിച്ച വേദന എന്താണെന്നറിയാം. ആ വേദന വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, അവനെ ഇഞ്ചിഞ്ചായി അടിച്ച് തന്നെ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. നമ്മുടെ എല്ലാം ഒരു അപേക്ഷയാണ് മുഖ്യമന്ത്രിയോട്. ദയവായി ഒരു കാരുണ്യവും ഇവനോട് കാണിക്കരുത്. ഇവനെ ഇഞ്ചിഞ്ചായി ഇവനെ ഉപദ്രവിച്ചു തന്നെ ഇവന്റെ വായിൽ നിന്ന് ഇതിന്റെ പിറകിലുള്ള ആളുകൾ ആരാണ്, അതെത്ര ഉന്നതനാണെങ്കിലും പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, കീഴടങ്ങൽ നാടകമാണ് നടന്നിരിക്കുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരം ആരോപണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത്തരമൊരു നാടകമെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണോ? ഇപ്പൊ കാണുന്ന ഈ കാഴ്ച നിങ്ങളിപ്പോ കാണിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ടിവിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് നാടകം എന്ന് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന് നേരത്തെ ഇതേ പൾസർ സുനി വക്കീലിന്റെ ഓഫീസിൽ വന്ന് പിന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് പോയി എന്ന് പറയണം. അതൊരു അപ്രതീക്ഷിതമായി അവൻ വന്നുപോയി. ഇത് പോലീസ് വളരെ അലർട്ടായിട്ട് ഇവൻ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മസ്തി പോലീസ് അവിടെ നിന്നിരിക്കുന്നത്. ഇതിനെ നാടകമാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അവരത്രമാത്രം അവിടെ നിന്ന് പിടിച്ചു വലിച്ചാണ് അവനെ കൊണ്ടുപോകുന്നത്. അവൻ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും പോലീസ് എത്രമാത്രം കഠിന പ്രയത്നത്തിൽ കൂടെയാണ് അവനെ വണ്ടിയിൽ കയറ്റിയിരിക്കുന്നത്. ഇതിൽ എന്ത് നാടകമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും എനിക്കിപ്പോ പോലീസിനോട് ഒരല്പം സ്നേഹവും അഭിമാനവും വിശ്വാസവും ഒരു ലേശം വന്നു തുടങ്ങുന്നുണ്ട്. ശ്രീമതി KPS ലളിത കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി KPS ലളിത, കേരളം കാത്തിരുന്ന ആ വാർത്ത വന്നിരിക്കുന്നു. 6 ദിവസത്തിന് ശേഷം പൾസർ സുനി എന്ന ഭീകരൻ അറസ്റ്റിലായിരിക്കുന്നു, പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ അയാളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ചോദ്യം ചെയ്യൽ മാത്രമല്ല വേണ്ടത്, 6 ദിവസമായെങ്കിലും ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ആ മനുഷ്യനെ പിടികൂടാൻ പറ്റിയതിൽ വളരെയധികം ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു ഞാൻ, പോലീസുകാരെ അഭിനന്ദിക്കുന്നു ഞാൻ. കാരണം മറ്റുള്ള നിരപരാധികൾ എല്ലാത്തിനെയും ഇങ്ങനെ പിടിച്ച് അവർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് ഇപ്പൊ ആ ഭീകരനെ പിടിച്ചു, പുള്ളിക്ക് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം പഠിക്കണം. കാരണം ഇവനെ വെറുതെ വിടരുത്. ഇവനെ നമ്മുടെ ഗോവിന്ദസ്വാമിയെ വിട്ട മാതിരി വിടാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നടി എന്ന നിലയിൽ, പൊതുപ്രവർത്തക എന്ന നിലയിലൊക്കെ പ്രതികരിക്കുന്നതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എത്രമാത്രം ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ്? ഞാനിപ്പോ ഒരു നടിയായിട്ടല്ല സംസാരിക്കുന്നത്, ഞാനൊരു അമ്മയായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കൊരു പ്രായമായ ഒരു മകളുണ്ട്, അവൾക്കൊരു പെൺകുട്ടിയുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ ഒരുപാട് പെൺകുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ വെളിനാട്ടിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തും ഒക്കെ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പേര് ഇതുണ്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിത് നിഷ തൊട്ട് സൗമ്യ തൊട്ട് ഇങ്ങോട്ട് കാത്തിരുന്ന ഒരു സംഭവമാണ്. ഇപ്പം നമ്മുടെ ഈ നടിയുടെ കാര്യത്തിൽ ഇത് ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഗോവിന്ദസ്വാമിയെ ഒക്കെ ഇറക്കി വിട്ട മാതിരി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ നിയമത്തിന് ഭേദഗതി വരുത്തി ഇവനെ വെട്ടിക്കൊല്ലണം, അല്ലെന്നൊരു പൊതുജനത്തിന്റെ ഇടയിലേക്ക് ഇറക്കി കൊടുക്കണം. അവര് കൈകാര്യം ചെയ്തോളൂ. ഈ സംഭവത്തിന് ശേഷം ആ കുട്ടിയുമായി താങ്കൾ സംസാരിച്ചിരുന്നോ? ആ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത് എന്നാണോ അവർ പറയുന്നത്?
എനിക്കറിയില്ല. ഞാൻ അതിനുശേഷം ഒരു പ്രാവശ്യം ആ കുട്ടിയെ കണ്ടുള്ളൂ. അതിനുശേഷം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ വർക്കിന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ചെന്ന് കാണേണ്ട കാര്യമില്ലല്ലോ. പിടികിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഇവിടെ വാഗമണ്ണിൽ ഒരു ഷൂട്ടിങ്ങിലാണ്. ഇന്നലെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഒരു ചർച്ചയ്ക്കിടെ പറയുന്നത് കേട്ടു. ഈ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൾ സ്വപ്നം കണ്ടു 20 വേട്ടപ്പട്ടികൾ ഈ പൾസർ സുനിയെ കീറി മുറിക്കുന്നതായി അവൾ സ്വപ്നം കണ്ടു എന്ന് എന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയോട് അവൾ പറഞ്ഞതായി അവർ പറയുന്നുണ്ടായിരുന്നു. എത്രമാത്രം ഉള്ളിൽ ഒതുക്കുന്നുണ്ട് അവരുടെ ഈ അവർക്കുണ്ടായ ഈ അനീതി, അതിനോടുള്ള പകയൊക്കെ? പക എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ മേലെ. നമ്മൾ ഒരു പെൺകുഞ്ഞ് തന്നെത്താനെ ഒരു വണ്ടിക്കകത്ത് 3-4 കശ്മലന്മാരുടെ നടുവിൽ ഒരു പെൺകുഞ്ഞ് പെട്ടു എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒന്ന് ചിന്തിക്കാമല്ലോ എന്ത് ചെയ്തു എന്നുള്ളതിന്. അവന് തേനും പാലും കൊടുത്ത് അവളെ ഊട്ടിക്കൊണ്ടിരിക്കുമല്ലായിരുന്നല്ലോ. നമുക്കൊന്നും ചിന്തിക്കാമല്ലോ. അവളെ പട്ടി കടിച്ചു കയറുന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് അതുമല്ല, ഈ പൊതുജനങ്ങളുടെ ഇടയിലിട്ട് തല്ലിക്കൊല്ലണം അവനെ. ഏത് സുനി ആയാലും കൊള്ളാം, ഏത് സൾഫർ ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം. പിടികിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെയധികം ഞാൻ ഗവൺമെന്റിനെ അങ്ങേറ്റം പോലീസിനെ ഞാൻ ബഹുമാനിക്കുന്നു. എനിക്ക് അഭിമാനം, ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ഈ 6 ദിവസത്തിനുള്ളിൽ പിടിച്ചു കിട്ടിയല്ലോ. ഒരുപാട് ദിവസമൊക്കെ പോയിട്ട് തേഞ്ഞു മാഞ്ഞു പോയില്ലല്ലോ കഥ. അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ശ്രീമതി കെ പി എസ് ലളിത, പക്ഷെ പിടി കിട്ടുന്നത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, എല്ലാ സത്യവും പുറത്തു വരണം. അങ്ങനെ ഈ പൾസർ സുനിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സത്യം കൂടി ഈ അന്വേഷണത്തിൽ പുറത്തു വരുമെന്ന് താങ്കൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിപ്പോ കാണുന്നത് ഇയാളെ മാത്രമാണ്. നമ്മളിപ്പോ കാണുന്നത് ഈ സുനി എന്ന് പറയുന്ന ഈ പരനാറിയാണ് നമ്മൾ കാണുന്നത്. ആദ്യം അവനെ ഒതുക്കി കഴിഞ്ഞാൽ എല്ലാം പുറത്തു വരും. ഞാൻ പറയാം, അവനെ ഒരാളെങ്കിലും ഇങ്ങനെ ഒരു കേസിൽ മരിച്ചു അല്ലെങ്കിൽ കൊന്നു എന്ന് കേട്ടാൽ ഒരു ഭയം വരും. അതിൽ കുറെയൊക്കെ ഒതുക്കം വരും. നന്ദി ശ്രീമതി കെ പി എസ് ലളിത പ്രതികരിച്ചതിന്.